ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാഠം 7 അല്ലേ പഠിച്ചത്? പാഠഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? കടമില്ലാ കടം. കടമില്ലാ കടം എന്ന ഈ പാഠഭാഗത്തിൽ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി ചർച്ച ചെയ്തത് അല്ലേ? ഒരച്ഛൻ വയസ്സായി, അദ്ദേഹം അങ്ങനെ കണ്ണെല്ലാം അടച്ച് പത്രത്തിൽ നോക്കി അദ്ദേഹം എന്ത് ചെയ്യാണ്? പത്രത്തിൻ്റെ തലക്കെട്ട് നോക്കി കണ്ണടച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മകൾ എന്ത് ചെയ്യും? അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് പറയും, അച്ഛനിതാ ബെഡ് കോഫി എന്ന് പറയും. അപ്പോഴോ പിന്നെയോ പഞ്ചാര ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ പഞ്ചസാര അതിൽ ചേർത്തിട്ടില്ല എന്ന് ആ മകള് മറുപടി പറയും. എന്താണ് പഞ്ചസാര ചേർക്കാത്തതിനുള്ള കാരണമായി പറയുന്നത്? അതിലെല്ലാം വിഷമാണ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ആ വരികൾ നോക്കൂ. എന്നുടെ വിറചുണ്ടിൽ തരമ്പോൾ കാപ്പിക്കപ്പു പൊന്നുമോളെ നീ പിടിപ്പിച്ചടുപ്പിച്ചിടുന്നേരം മൊത്തി മൊത്തി ഞാൻ കുടിക്കുന്നതു സ്നേഹത്തിൻ്റെ ശുദ്ധമാമൃതമോ കേവലം ബെഡ് കോഫിയോ? ഒരു ചോദ്യചിഹ്നമാണ് അല്ലേ? അച്ഛൻ പറയുന്ന കാര്യം ഒരു ചോദ്യചിഹ്നമായാണ് പറയുന്നത്. മകളോട് ഒരു ചോദ്യചിഹ്നമായാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഈ മകള് പഞ്ചസാര ചേർത്തിട്ടില്ലാത്ത അത്രയും പഞ്ചസാര ചേർത്തിട്ടില്ലാത്ത കൊടുക്കുന്ന, അച്ഛന് സ്നേഹത്തോടെ കൊടുക്കുന്ന ആ കാപ്പിക്കപ്പിൽ എന്താണ് അച്ഛൻ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുകയാണ്. അതിൽ അച്ഛൻ ചോദിക്കുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ ശുദ്ധമായ അമൃതമാണോ, അതോ കേവലം ഒരു ബെഡ് കോഫി മാത്രമാണോ അതിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ ആത്മാർത്ഥമായി കൊടുക്കുന്ന ആ സ്നേഹം എന്ന് പറയുന്നത് ശുദ്ധമായ അമൃതം പോലെയാണോ എന്നാണ് ആ അച്ഛൻ ചോദിക്കുന്നത്. അതിൽ നമുക്ക് എന്താ മനസ്സിലായത്? അച്ഛന് മകളോടുള്ള, അല്ലെങ്കിൽ മകൾക്ക് അച്ഛനോടുള്ള ആ ആത്മബന്ധം അല്ലേ? മകൾക്ക് അച്ഛനോടുള്ള ആ ആത്മബന്ധം എന്താണ്? ശുദ്ധമാണ് എന്നാണ് നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഈ പാഠഭാഗം തന്നെ, ഈ കവിത തന്നെ 2 പാർട്ടായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? രണ്ടാമത്തെ പാർട്ടിൽ എന്താ പറഞ്ഞത്? 4.5 പതിറ്റാണ്ട് പിന്നിലേക്കോടി മമലോലമാം സ്മരണകൾ വേച്ചപ്പോഴേക്കും അന്നു നീ തീരെ കുഞ്ഞാണമ്മച്ചി പഞ്ചാരപ്പാൽ തന്നാലും കുടിക്കാത്ത ദുർവാശിക്കാരി. പിന്നെന്താ പറഞ്ഞത്? 4.5 പതിറ്റാണ്ട് പിന്നിലേക്കോടി മമലോലമാം സ്മരണകൾ എന്ന് പറഞ്ഞു. അതായത് 4.5 പതിറ്റാണ്ട് പിന്നിലേക്ക് മുൻപ് ചിന്തിക്കുന്ന സമയത്ത് എന്താണ് ഈ അച്ഛൻ്റെ മനസ്സിൽ ഓടി വരുന്നത്? എന്താണ്? മകളെക്കുറിച്ചുള്ള മമലോലമാം സ്മരണകൾ. ലോലമായ, അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അത്രയും ലോലമായ, അല്ലെങ്കിൽ നനുത്ത, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല മൃദുലമായ ഓർമ്മ അല്ലേ? നല്ല ഓർമ്മകൾ ആ അച്ഛൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ അച്ഛൻ എന്താ അച്ഛൻ ചിന്തിച്ചത്? അന്നു നീ തീരെ കുഞ്ഞാ, അന്ന് ഈ 4.5 പതിറ്റാണ്ട് മുന്നേ നീ വളരെ ചെറുതാണ്, അല്ലെങ്കിൽ തീരെ കുഞ്ഞാണ് അമ്മച്ചി പഞ്ചാരപ്പാൽ തന്നാലും കുടിക്കാത്ത ദുർവാശിക്കാരി. അന്ന് നീ വളരെ ചെറുതാണ്, അമ്മച്ചി അല്ലെങ്കിൽ അമ്മ പാലിൽ പഞ്ചസാര ഇട്ട് തന്നാലും കുടിക്കാത്ത, അല്ലെങ്കിൽ കുടിക്കാൻ മടി കാണിക്കുന്ന ഒരു ശുദ്ധ ദുർവാശിക്കാരിയാണ്. വാശിക്കാരിയായിരുന്നു ആ മകൾ. ആ ചിന്തയാണ് അച്ഛൻ്റെ മനസ്സിൽ വരുന്നത് അല്ലേ? അച്ഛൻ 4.5 പതിറ്റാണ്ട് മുന്നേ ഉള്ള ആ ഓർമ്മകളെയാണ് അച്ഛൻ ഇവിടെ അയവിറക്കുന്നത്. ഓക്കെ, അതുവരെ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? കവിത എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വരി നോക്കാം അല്ലേ? ആരോമൽ ചുണ്ടിൽ പാത്രം ചേർത്തു വെച്ചിണങ്ങും മറ്റോരോരോ കഥ ചൊല്ലി ഞാൻ വേണം കുടിപ്പിക്കാൻ. എന്താണ് അടുത്ത വരിയിൽ? നമ്മൾ പറഞ്ഞു അന്ന് വളരെ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മച്ചി പഞ്ചാരപ്പാൽ കൊടുത്തപ്പോൾ കുടിക്കാത്ത ദുർവാശിക്കാരിയാണല്ലേ? പിന്നെ ആരോമൽ ചുണ്ടിൽ പാത്രം ചേർത്തു വെച്ചിണങ്ങും മറ്റോരോരോ കഥ ചൊല്ലി ഞാൻ വേണം കുടിപ്പിക്കാൻ. അന്ന് ആ ശുദ്ധ ദുർവാശിക്കാരി ആയിരുന്ന ആ കാലഘട്ടത്തിൽ ഓരോരോ കഥകൾ പറഞ്ഞ് ഈ അച്ഛൻ വേണം അവളെ പാല് കുടിപ്പിക്കാൻ എന്നാണ് പറയുന്നത്. എന്താണ് ആരോമൽ ചുണ്ട്? ആ കുഞ്ഞിളം ചുണ്ട്, അല്ലെങ്കിൽ ആ ഭംഗിയുള്ള ചുണ്ടിൽ എന്താണ്, കുഞ്ഞുകുട്ടിയാകുമ്പോൾ അവരുടെ ചുണ്ടിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ? ഒരു ഓമനത്തം തുളുമ്പുന്ന മുഖമായിരിക്കും. അപ്പോൾ ആ ആരോമൽ ചുണ്ടിൽ പാൽപാത്രം വെച്ച് ചേർത്ത് വെക്കുമ്പോൾ സമയത്ത് അച്ഛൻ എന്താ ചെയ്യുക? മറ്റോരോരോ കഥ ചൊല്ലി ഞാൻ വേണം കുടിപ്പിക്കാൻ. അപ്പോൾ ഈ അച്ഛൻ എന്ത് ചെയ്യണം? ഓരോരോ കഥകൾ ചൊല്ലിയിട്ടാണ് മകളെ
പാല് കുടിപ്പിച്ചത്. ഓരോരോ കഥ ചൊല്ലി ഞാൻ വേണം കുടിപ്പിക്കാൻ. അച്ഛൻ കഥ പറഞ്ഞിട്ട് വേണം മകള് പാല് കുടിക്കാനായിട്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണല്ലേ, അവർക്ക് ഓരോരോ കഥകൾ പറയണം. പിന്നെയോ അമ്പിളിമാമനെ പിടിച്ചു തരാമെന്നും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, ആകാശം തൊടിയിക്കുക എന്നൊക്കെ പറഞ്ഞ് നായയുടെയും പൂച്ചയുടെയൊക്കെ കഥ പറഞ്ഞ് അവരെ രസിപ്പിച്ച് വേണമല്ലേ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. അവർ ആ കഥയിലും പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ആസ്വദിച്ച് കേട്ട് നിൽക്കുന്ന ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യാണ്, അവരുടെ വായ്ക്കകത്ത് ഭക്ഷണം വെച്ച് കൊടുക്കും. അങ്ങനെയല്ലേ കുഞ്ഞു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. അതെ, അപ്പോൾ ഈ മകള് അച്ഛൻ എന്താ പറയുന്നത്, അന്ന് പണ്ട് 4.5 പതിറ്റാണ്ട് മുന്നേ മകൾ ദുർവാശിക്കാരിയായിരുന്ന കാലഘട്ടത്തിൽ മകളുടെ ആരോമൽ ചുണ്ടിൽ പാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് അച്ഛൻ അവളെ അത് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് പാല് പഞ്ചസാര ഇട്ട് പാല് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കഥകൾ ചൊല്ലി വേണം അച്ഛൻ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെയോ പകരമാശിച്ചല്ല ചെയ്തതന്നു ഞാൻ, നീയോ പകരമായിട്ടല്ല ചെയ്വതിന്നാകിലും. എന്താണ്? പകരമാശിച്ചല്ല ചെയ്തതന്നു ഞാൻ. ഒന്നും പകരം ആശിച്ചിട്ടല്ല മകൾക്ക് വേണ്ടി അച്ഛൻ ഇതെല്ലാം ചെയ്തത്. മകൾക്ക് ഓരോരോ കഥകൾ പറഞ്ഞിട്ടും മകളെ രസിപ്പിച്ചു മകളെ പാല് കുടിപ്പിക്കാൻ അച്ഛനും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൂട്ടു നിൽക്കുന്നുണ്ട് അല്ലേ. പക്ഷെ അച്ഛൻ എന്തെങ്കിലും പകരം ആശിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. നമ്മുടെ അച്ഛന്മാരൊക്കെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ നമ്മളെ നോക്കുന്നത്, നമ്മളെ കെയർ ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു വെച്ചിട്ടാണോ? അല്ല അല്ലേ. നമ്മുടെ മക്കൾക്ക് അച്ഛന്മാർ എന്ത് ചെയ്താലും എന്താണ്, ഒരിക്കലും മതിയാവില്ല അല്ലേ. അവർക്ക് ഒരിക്കലും തൃപ്തിയാവില്ല. നമുക്ക് എന്ത് ചെയ്തു തരുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ്. അപ്പോൾ അവർക്ക് എന്താണ്, മക്കൾക്ക് എന്ത് ചെയ്താലും എൻ്റെ മകൾക്ക് പോരാ, അല്ലെങ്കിൽ എൻ്റെ മകന് പോരാ എന്നുള്ളൊരു ചിന്തയായിരിക്കും അല്ലേ. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്, അന്ന് ഇതെല്ലാം ചെയ്തു തന്നതൊന്നും ഒന്നും പകരം ആശിച്ചിട്ടല്ല, പകരം കിട്ടണമെന്ന ആശ വെച്ചിട്ടല്ല അച്ഛൻ മകൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്തത്. പകരം ആശിച്ചല്ല ചെയ്തതന്നു ഞാൻ, അന്ന് ഞാൻ ചെയ്തതെല്ലാം നിന്നിൽ നിന്നും പകരം ആശിച്ചിട്ടല്ല, മകളിൽ നിന്ന് ആശിച്ചിട്ടല്ല. പിന്നെയോ ചെയ്തതന്നു ഞാൻ, ഒരു കോമയുണ്ട് അല്ലേ. നീയോ എന്താണ് നീയോ, ഇവിടെ ആരെയാണ്, മകളെയാണല്ലേ. പകരമാശിച്ചല്ല ചെയ്തതന്നു ഞാൻ, നീയോ പകരമായിട്ടല്ല ചെയ്വതിന്നാകിലും. എന്താണ് പകരമായിട്ടല്ല ചെയ്തത്. മകൾ എന്തല്ല, അന്ന് അച്ഛൻ അവളെ പാല് കുടിപ്പിക്കാൻ വേണ്ടി അവൾക്ക് ഓരോരോ കഥകൾ പറഞ്ഞ് അവളുടെ പുറകിൽ നടന്നു അല്ലേ. പക്ഷേ ഇന്നോ മകൾ ഇന്ന് അച്ഛന് വേണ്ടി ചെയ്തതും പകരമായിട്ടല്ല അല്ലേ. പകരം ആശിച്ചിട്ടല്ല അച്ഛൻ ചെയ്തത്, അച്ഛൻ ചെയ്തതിനുള്ള പകരമായിട്ടല്ല മകൾ ചെയ്യുന്നത് അല്ലേ. മകൾ എന്താ ചെയ്യുന്നത്, അച്ഛന് ബെഡ് കോഫി കൊണ്ട് കൊടുത്തു അല്ലേ. അതൊന്നും അച്ഛൻ ചെയ്തതിനുള്ള പ്രത്യുപകാരമായിട്ടല്ല. ഓക്കെ, പകരമാശിച്ചല്ല ചെയ്തതന്നു ഞാൻ, നീയോ പകരമായിട്ടല്ല ചെയ്വതിന്നാകിലും. അതായത് പകരമാശിച്ചിട്ടല്ല അച്ഛൻ ചെയ്തത്, പിന്നെയോ പകരമായിട്ടല്ല മകളും ചെയ്തത്. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത വരി. ഇക്കണക്കോർത്താൽ എത്ര മധുരം, പിതാക്കളും മക്കളും തമ്മിൽ തീർക്കുമീ തീരാക്കടം. എന്താണ്? ഇക്കണക്കോർത്താൽ എത്ര മധുരം, ഇക്കണക്കോർത്താൽ എത്ര മധുരം. എന്താണ് അടുത്ത വരിയിൽ? ഇക്കണക്ക് എന്താണ്? അച്ഛനും മക്കളും തമ്മിലുള്ള ആ കണക്ക് ഓർത്താൽ എത്ര മധുരം, പിതാക്കളും മക്കളും തമ്മിൽ തീർക്കുമീ തീരാക്കടം. എന്ന് വെച്ചാൽ ഈ കണക്കുകളെല്ലാം തന്നെ ഓർത്തു വെക്കുകയാണെങ്കിൽ എത്ര മധുരമാണ് മക്കളും അച്ഛന്മാരും തമ്മിൽ തീർക്കുന്ന തീരാക്കടം. ഒരിക്കലും തീരാത്ത തീരാക്കടമാണത്രേ അച്ഛനും മക്കൾക്കും ഇടയിലുള്ളത്. ഓക്കെ, അച്ഛനും മക്കളും തമ്മിൽ ഒരിക്കലും തീരാത്ത കടപ്പാടുള്ള ആളുകളാണ് അല്ലേ. അച്ഛൻ മക്കളോട് ചെയ്യുന്നതും മക്കളോ അച്ഛനോട് ചെയ്യുന്നതും അല്ലേ. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇതുപോലെയാണോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഇങ്ങനെയാണോ? അച്ഛന്മാര് മക്കളെ എത്ര നോക്കിയാലും, അല്ലെങ്കിൽ അമ്മമാര് മക്കളെ എത്ര നോക്കിയാലും യുവാക്കൾ ഒരുവിധം പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? അച്ഛനമ്മമാരെ നടതള്ളുകയാണ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? അവരെ നോക്കാൻ വയ്യാതെ തന്നെ വൃദ്ധസദനത്തിലും അതുപോലെ തന്നെ തെരുവിലൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന മക്കളാണ് ഇന്നത്തെ കാലത്തുള്ളത് അല്ലേ. നിങ്ങൾ പത്രം വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
അച്ഛനമ്മമാരെ വൃദ്ധനെ റോട്ടിൽ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ വൃദ്ധയെ റോട്ടിൽ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞു. മകൻ അച്ഛനെ എന്ത് ചെയ്യാണ്? ഒരു കഥയുണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ഒരു അമ്മയെ രണ്ട് ഭാര്യയും ഭർത്താവും, മകൻ കല്യാണം കഴിച്ചു, ഭാര്യയായി, മക്കളായി, അങ്ങനെ ആയ സമയത്ത് ഒരു അമ്മയെ എന്ത് ചെയ്യാണ്? ആരും അറിയാതെ, അല്ലെങ്കിൽ അവരോട് എന്തു പറഞ്ഞു? ഒരു യാത്ര പോവാണെന്ന് പറഞ്ഞിട്ട് അവരെ ഒരു വൃദ്ധസദനത്തിലേക്ക് ആക്കിയിട്ട് അവിടെ നിന്ന് മകൻ യാത്ര പറഞ്ഞ് പോരുന്നൊരു കഥയുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള മക്കളെല്ലാം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ കവിതയിൽ അങ്ങനെയാണോ? അല്ല. കവിതയിൽ നമ്മുടെ ചെമ്മനം ചാക്കോ എന്ന് പറഞ്ഞ നമ്മുടെ കവി പറയുന്നത് എന്താണ്? ഈ കവിതയിലെ വൃദ്ധനെ കുറിച്ച്, അല്ലെങ്കിൽ വാർദ്ധക്യം പ്രാപിച്ച അച്ഛനെ കുറിച്ച് എന്താണ് പറയുന്നത്? പകരം ആശിച്ചല്ല ചെയ്തു തന്നു ഞാൻ, നീയോ പകരമായിട്ടല്ല ചെയ്വതിന്നാകിലും ഇക്കണക്കോർത്താൽ എത്ര മധുരം, പിതാക്കളും മക്കളും തമ്മിൽ തമ്മിൽ തീർക്കുമീ തീരാക്കടം. ഇങ്ങനെയുള്ള അച്ഛനും മകളും തമ്മിലുള്ള കണക്ക്, അച്ഛൻ മകളെ നോക്കി, മകൾ അച്ഛനെ നോക്കി എന്നുള്ള ഇത്തരത്തിലുള്ള കണക്കെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എത്ര മധുരമാണ്. പിതാക്കൾ അച്ഛനല്ലേ, അച്ഛനെയാണ് പിതാവെന്ന് പറയുക. പിതാക്കളും മക്കളും തമ്മിലുള്ള ആ ബന്ധം എന്നും തീരാത്തൊരു കടമാണ് അല്ലേ? ഒരിക്കലും തമ്മിൽ തീർക്കുന്ന തീരാക്കടമാണ് അച്ഛനും മക്കളും തമ്മിലുള്ള തീരാക്കടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗം വ്യക്തമായില്ലേ? ഒന്നുകൂടി മിസ് ഇത് വായിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. വാർദ്ധക്യം കോച്ചും കാലും തിരുമ്മി പത്രത്തിലെ വാർത്തതൻ തലക്കെട്ടിൽ കണ്ണടച്ചിരിക്കുമ്പോൾ ഒച്ചയിത്തിരി കൂട്ടിച്ചെവിയിലേക്കോതുന്നിതച്ഛനു ബെഡ് കോഫി. എന്നന്നുടെ പ്രിയമകൾ പഞ്ചാര ചേർത്തിട്ടില്ല മെമ്പൊടിക്കും ഞാനിന്ന്, നഞ്ചാണിതെന്നല്ലയോ ഡോക്ടർ ചൊന്നിരിക്കുന്നു. എന്നുടെ വിറചുണ്ടിൽ തരംപോൽ കാപ്പിക്കപ്പു പൊന്നുമോളെ നീ പിടിപ്പിച്ചടുപ്പിച്ചിടുന്നേരം മൊത്തി ഞാൻ കുടിക്കുന്നതു സ്നേഹത്തിൻ്റെ ശുദ്ധമാമൃതമോ കേവലം ബെഡ് കോഫിയോ. അപ്പോൾ ഈ വരിയിൽ വാർദ്ധക്യം പ്രാപിച്ച, അല്ലെങ്കിൽ വയസ്സായ ഒരു അച്ഛൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാർദ്ധക്യത്തിൻ്റെ അതിർത്തി, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെതായ ക്ഷീണം പ്രാപിച്ചിരിക്കുന്ന ആ അച്ഛൻ്റെ മുന്നിൽ തൻ്റെ പ്രിയപ്പെട്ട മകൾ എന്ത് ചെയ്യാണ്? ഒരു ബെഡ് കോഫിയുമായി വരികയും അതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാര വിഷമാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മകൾ പഞ്ചസാര ചേർക്കാതെ ആ അച്ഛന് മുന്നിൽ ഒരു കാപ്പിക്കപ്പ് കൊണ്ടു കൊടുക്കുകയും അപ്പം അച്ഛൻ എന്താണ് പറയുന്നത്? ഈ കൊണ്ടുവന്ന കാപ്പിക്കപ്പ്, ഈ സ്നേഹത്തോടെ മകൾ കൊണ്ടുവന്ന ഈ കാപ്പി, അല്ലെങ്കിൽ കാപ്പി എന്ന് പറയുന്നത് ശുദ്ധമായ അമൃതമാണോ അതോ കേവലം ഒരു ബെഡ് കോഫിയാണോ? അച്ഛന് കേവലം മകൾ കൊടുത്ത ബെഡ് കോഫി ഒരു ശുദ്ധമായ അമൃതത്തിന് തുല്യമായ അച്ഛൻ കാണുകയാണ്, അല്ലെങ്കിൽ അച്ഛൻ ചിന്തിച്ചു പോവുകയാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞത് അല്ലേ? അച്ഛന് മകളോടുള്ള ഒരു സ്നേഹത്തെ, അല്ലെങ്കിൽ മകൾക്ക് അച്ഛനോടുള്ള ആ ആത്മബന്ധത്തെ അദ്ദേഹം അവിടെ ചിന്തിച്ചു പോവുകയാണ്. ശുദ്ധമായ അമൃതമാണോ എൻ്റെ മകൾ എനിക്ക് വേണ്ടി തന്നത് എന്ന് അച്ഛൻ ചിന്തിച്ചു പോവുകയാണ് മകളുടെ സ്നേഹത്തിന് മുന്നിൽ. ഓക്കെ, അടുത്ത് 2 എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗം. 4.5 പതിറ്റാണ്ട് പിന്നിലേക്കോടി മമലോലമാ സ്മരണകൾ വേച്ചപ്പോഴേക്കും അന്നു നീ തീരെ കുഞ്ഞാ, നമ്മച്ചി പഞ്ചാരപ്പാൽ തന്നാലും കുടിക്കാത്ത ശുദ്ധ ദുർവാശിക്കാരി. ആരോമൽ ചുണ്ടിൽ പാത്രം ചേർത്തു വെച്ചിണങ്ങും മറ്റോരോരോ കഥ ചൊല്ലി ഞാൻ വേണം കുടിപ്പിക്കാൻ. പകരമാശിച്ചല്ല ചെയ്തതന്നു ഞാൻ, നീയോ പകരമായിട്ടല്ല ചെയ്വതിന്നാകിലും. ഇക്കണക്കോർത്താൽ എത്ര മധുരം, പിതാക്കളും മക്കളും തമ്മിൽ തമ്മിൽ തീർക്കുമീ തീരാക്കടം. അഗ്നിശുദ്ധം, ചെമ്മനം ചാക്കോ. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ വരികളിലേക്ക് എന്താ പറയുന്നത്? 4.5 പതിറ്റാണ്ട് മുന്നേ പിന്നിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് ഈ അച്ഛൻ 4.5 പതിറ്റാണ്ട് മുന്നുള്ള ഓർമ്മകളെ അയവിറക്കുമ്പോൾ എന്താണ് അച്ഛൻ പറയുന്നത്? അന്ന് അമ്മച്ചി പഞ്ചാര ചേർത്ത പാല് കൊണ്ട് കൊടുക്കുമ്പോൾ മകള് കുടിക്കാത്ത ശുദ്ധ ദുർവാശിക്കാരി ആയിരുന്നു അല്ലേ? പിന്നെയോ അന്ന് വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്തുള്ള ഒരു അനുഭവമാണ് പറയുന്നത് അല്ലേ? പിന്നെന്താ പറഞ്ഞത്? അന്ന് ഈ അച്ഛൻ വേണം മകളെ പാല് കുടിപ്പിക്കാനായിട്ട്. മകൾ ശുദ്ധ ദുർവാശിക്കാരി ആയിരുന്നു. അച്ഛൻ്റെ കഥകൾ കേട്ടാണ് മകൾ എന്ത് ചെയ്തത്? പഞ്ചാര ചേർത്ത പാല് കുടിച്ചിരുന്നത് അല്ലേ? പിന്നെയോ അടുത്ത വരിയിലോ
പകരം ആശിച്ചല്ല ഇതൊന്നും ചെയ്തത്. അച്ഛൻ മകളിൽ നിന്നും ഒന്നും ആശിച്ചല്ല, പിന്നെയോ പകരമായിട്ടല്ല മകൾ അച്ഛനെ സ്നേഹിക്കുന്നത്. അപ്പോൾ അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒന്നിനും പകരത്തിന് പകരമല്ല അല്ലേ. അച്ഛൻ മകളെ സ്നേഹിക്കുന്നതുകൊണ്ട് മകൾ അച്ഛനെ സ്നേഹിക്കുക അങ്ങനെയില്ല അല്ലേ. അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹം എന്നത് പറയുന്നത് ഗാഢമായ ഒരു ബന്ധമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അച്ഛൻ പറയാണ്, ഇക്കണക്കോർത്താൽ എത്ര മധുരം പിതാക്കളും മക്കളും തമ്മിൽ തമ്മിൽ തീർക്കുമീ തീരാക്കടം. ഇങ്ങനെയുള്ള പകരത്തിൻ്റെ കണക്ക്, അതായത് അച്ഛൻ മകൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെയും പകരം ആശിച്ചല്ല മകൾ സ്നേഹിക്കുന്നതുമെന്നുള്ള ഈ കണക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ, ഈ കണക്ക് ഓർത്താൽ എത്ര മധുരമാണ്, അല്ലെങ്കിൽ എത്രമാത്രം വലിയ ബന്ധമാണ് ഈ മക്കളും പിതാക്കളും തമ്മിലല്ലേ. ഒരിക്കലും തീർക്കാത്ത തീർക്കുമീ തീരാക്കടമായിരിക്കും അച്ഛനും മക്കളും തമ്മിലുള്ളതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ശരി. അപ്പം നമ്മൾ ഈ പാഠഭാഗം എല്ലാവർക്കും വ്യക്തമായില്ലേ? അച്ഛൻ്റെയും മകളുടെയും ആ വാത്സല്യത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ തീവ്രതയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലായതല്ലേ. ശരി, അപ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ അർത്ഥം പഠിച്ചു അല്ലേ പാഠഭാഗത്തിൽ നിന്നും. നമുക്കറിയാത്ത കുറേ പദങ്ങളുണ്ട് ഈ പാഠഭാഗത്തിൽ. പ്രധാനമായും നമ്മൾ പഠിച്ച ആ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നഞ്ചാണി, മിസ് പറഞ്ഞിരുന്നു. നഞ്ചാണി അല്ലെങ്കിൽ നഞ്ച് എന്ന് പറഞ്ഞു വെച്ചാൽ വിഷമാണ് നഞ്ചാണി. മമലോലമാം, മമ എന്ന് വെച്ചാൽ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ മനസ്സ്. മമ എന്ന് വെച്ചാൽ എൻ്റെ. പിന്നെ സ്മരണ, സ്മരണ എന്ന് വെച്ചാൽ എന്താണ്? ഓർമ്മ. സ്മരണ, ഓർമ്മ. ചെവിയിലേക്കോതി, ഓതി എന്ന് വെച്ചാൽ പറയുക അല്ലേ. ഓതി, പറഞ്ഞു. പിന്നെ ചെവിയിലേക്കോതുക, ചെവിയിൽ പറയുന്നത് അല്ലേ. ഇവിടെ അടുത്ത വരിയിൽ തച്ചന്നു ബെഡ് കോഫി, തച്ചന്നു അത് അച്ഛനെയാണ്. അച്ഛന് ബെഡ് കോഫി എന്നാണ് ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടാത്ത വാക്ക് ഏതാണ്? തീരാക്കടം. തീർത്താൽ തീരാത്ത കടം. തീരാക്കടം, തീർത്താൽ തീരാത്ത കടം. വേച്ചപ്പോഴേക്കും, എന്താണ് ആ വരിയുടെ അർത്ഥം? വേച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴാൻ തുടങ്ങി നടക്കുന്ന ആ നടത്തമല്ലേ, അതാണ് വേച്ച് നടക്കുക. പിന്നെയോ ലോലമാം സ്മരണ എന്നാണ് പറയുന്നത്. ലോലം, മൃദുലം. ഓക്കെ, ലോലം, മൃദുലം. നമുക്കറിയാം പകരത്തിൻ്റെ അർത്ഥം എന്താ? പകരം വെച്ച് നമുക്ക് അതിന് പറയാൻ ഒന്നിന് പകരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഒന്നിന് തതുല്യമായുള്ള മറ്റൊന്നതാണ് പകരം അല്ലേ. പിതാക്കൾ അച്ഛനെയാണ് പിതാവെന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയണതാണ് അല്ലേ. പിതാക്കളും. ഈ കണക്ക് അത്രയേ ഉള്ളൂ അതിനർത്ഥം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ച ഈ കവിതയിൽ നിന്നും നമ്മൾ പഠിച്ച അർത്ഥം കൂടി മിസ് നോട്ടായിട്ട് അയക്കുന്നുണ്ട്. എല്ലാവരും പുതിയ പാഠഭാഗത്തിൻ്റെ ഹെഡിങ് ഒക്കെ കൊടുത്ത് ഡേറ്റൊക്കെ ഇട്ട് ഹെഡിങ് ഒക്കെ വലുതാക്കി കൊടുക്കണം കേട്ടോ. ഇട്ടിട്ട് അർത്ഥം എന്നെഴുതിയ അല്ലെങ്കിൽ പദപരിചയം എന്നെഴുതിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഈ പദങ്ങളുടെ എല്ലാത്തിൻ്റെയും അർത്ഥം എഴുതണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പ്രവർത്തനങ്ങളോട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ നോട്ട് കൂടി മിസ് തരാം. ഓക്കെ, പിന്നെ നിങ്ങൾ മിസ് ഇടയ്ക്ക് പറയാറുണ്ടല്ലേ കോപ്പി എഴുതാനായിട്ട്. കോപ്പി പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ 2 ദിവസം ഒഴിവല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന ടൈമിലൊക്കെ കോപ്പി പുസ്തകം കൂടി എഴുതണം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.